ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് കാലം കടന്നുപോവുക. അത്തരമൊരു കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തുമുള്ളത്. പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുകയാണ് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ. തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചോ അവരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചോ മുന്നണികൾ ചർച്ച ചെയ്യുന്നേയില്ല. തങ്ങളുടെ വോട്ട് മാത്രമേ അവർക്ക് വേണ്ടൂ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കുറേയേറെ തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് മുടങ്ങാതെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തങ്ങളെ തേടിയെത്തുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ആരെയും നോക്കേണ്ടെന്ന് ഇവർ പറയുന്നു. അതിസങ്കീർണമാണ് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള കിടപ്പാടമില്ല. ജോലിയിൽ നിന്നും വിരമിച്ചാൽ എങ്ങോട്ട് പോകണമെന്ന് ഇവർക്കറിയില്ല. ആര് സഹായിക്കും? ഒരാള് സഹായിക്കുന്നില്ല. ഞാൻ പണിക്ക് വന്നാലായി മരുന്നിനോ വീട്ടു ചെലവിനോ കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ആരൊരു സഹായമൊന്നുമില്ല. കുറഞ്ഞ ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമാണ് തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു സ്ഥലം എടുക്കാനോ ഒന്നുമില്ല. ഇപ്പോൾ ഇവർ പറയാം സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ചേരാന്ന്. സ്ഥലം എടുക്കാണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീടുക്കിടുമല്ലേ. ഇതിന് നയിച്ചിട്ട് 2 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത് അറ്റങ്ങൾക്ക് കൊടുക്കാനോ. ഞാൻ പിരിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണ്. ഞങ്ങൾ എവിടെ പോയി ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. പലവിധ പ്രശ്നങ്ങളാണ് തോട്ടം മേഖലയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകാറുണ്ട്. എന്നാൽ തങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. തോട്ടം തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ഭവന പദ്ധതി പല സർക്കാരുകളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും തങ്ങൾ തൊഴുത്തിന് തുല്യമായ പാടികളിലാണ് കഴിയുന്നതെന്ന് ഇവർ പറയുന്നു. തങ്ങൾക്ക് മുൻപിൽ വോട്ടഭ്യർത്ഥിച്ചെത്തുന്നവർ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്നും തങ്ങൾക്കറിയേണ്ട പ്രശ്നങ്ങളല്ല. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇല്യാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.